ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖവും ആവലാതികളും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച്, നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ഇപ്പോൾ നാം ഭാരപ്പെടുന്ന ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനമായി ഉറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങളും കടബാധ്യതകളും ഭവനമില്ലായ്മയും സ്വന്തമായി താമസിക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ, മുടങ്ങിക്കിടക്കുന്ന ധാരാളം കാര്യങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അവിടുന്ന് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 55 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനകൾ നിരസിക്കരുതേ. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ. കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു. ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു. കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു. മരണഭീതി എൻ്റെ മേൽ നിപതിച്ചിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു. പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു. വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ പകൽ സമയം മുഴുവനും ഞങ്ങളെ സംരക്ഷിക്കുകയും വിളിക്കുകയും സഹായിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ജനതകളുടെ ഇടയിൽ മഹോന്നതനാണല്ലോ. അങ്ങ് സർവഭൂമിയിലും ഉന്നതനാണല്ലോ. ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ മടിയിൽ തല ചായ്ച്ചുറങ്ങാൻ തയ്യാറെടുക്കുന്ന ഞങ്ങൾ ഈ സമയം പൂർണ്ണമായും അങ്ങയിൽ അഭയം തേടുന്നു. കർത്താവെ, ഓരോ പ്രഭാതത്തിലും ജീവിതം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും പലപ്പോഴും അത് ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുറവുകളെ പരിഹരിച്ച് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭയകേന്ദ്രമായ കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ മുറിപ്പെടുത്തിയ എല്ലാ സംഭവങ്ങളും എല്ലാ വ്യക്തികളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ നിരാശപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരൊക്കെ ഞങ്ങളെ വിട്ടകന്നു പോയാലും ആരും ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും. ഞാൻ എത്രയധികം പാപിയാണെങ്കിലും എൻ്റെ കർത്താവ് എന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങില്ല. ഓരോ നിമിഷവും എന്നെ ദൈവികമായ അനുതാപത്തിലേക്ക് അങ്ങ് എന്നെ തിരിച്ചു വിളിക്കുന്നു. കർത്താവെ, എന്നാലും എൻ്റെ കഠിന ഹൃദയം അങ്ങയിൽ നിന്നും അകന്നു പോകുന്നു. എത്രത്തോളം അങ്ങയിൽ നിന്ന് ഞാൻ ദൂരെ പോയാലും അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ഓരോ നിമിഷവും എന്നെ തേടിയെത്തുന്നു. കർത്താവെ, അങ്ങയുടെ അനന്തമായ സ്നേഹം, അങ്ങയുടെ അനന്തമായ വിശ്വസ്തത ഈ രാത്രിയിൽ അനുഭവിച്ചറിയാൻ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് മറുതലിക്കുന്ന എൻ്റെ സ്വഭാവം ക്ഷമിച്ച് കർത്താവെ, ഈ രാത്രിയിൽ എന്നോട് കൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഹൃദയത്തിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്തണമേ. അങ്ങയിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷവും എനിക്ക് വേദനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കർത്താവേ, എല്ലാ വേദനകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെന്നെ സഹായിച്ചു തരണമേ. അങ്ങയുടെ തിരുഹിതം അറിയുവാനും അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ സ്വരം മനസ്സിലാക്കുവാനും കേൾക്കുവാനും അതനുസരിക്കാനും എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ പഠിപ്പിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്തു തീർക്കാതെ മാറ്റിവെച്ച ജോലികളെയും ഉത്തരവാദിത്തങ്ങളെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകൽ സമയത്തെ എല്ലാ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും ക്ഷീണവും തളർച്ചയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സമാധാനപരമായി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉറക്കം നൽകി എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവേ, ഈ രാത്രിയിൽ പൂർണ്ണമായും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കണമേ. ഞങ്ങളിപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. ദൈവമേ, ഈ അവസ്ഥയുള്ള ഓരോ വ്യക്തിയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളിലും ദൈവമേ, അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈശോയെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ഞങ്ങൾക്ക് ദാനമായി നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ നീതീകരിക്കണമേ. അങ്ങാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങളുടെ നീതിയുടെ ദൈവമേ. ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ നടക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു തരണമേ. ഞങ്ങൾ പോകേണ്ട പാതകളെ, പോകേണ്ട കാര്യങ്ങളെ എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലത്തെയും ഞങ്ങൾ ഇതുവരെ ഇടപെട്ട വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇനി മുതൽ കാണാൻ പോകുന്ന വ്യക്തികളെ, ഇടപെടാൻ പോകുന്ന വ്യക്തികളെ, ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെ എല്ലാം അവിടുന്ന് വിശുദ്ധീകരിക്കുകയും എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റി കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ നിയോഗങ്ങളെ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, ഹൃദയത്തിൽ ഭാരവും പ്രയാസവും ദുഃഖവുമുള്ള എല്ലാ മക്കൾക്കും ഈ രാത്രിയിൽ ദൈവികമായ ആനന്ദവും സമാധാനവും സന്തോഷവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഒപ്പം ഞങ്ങളെ വേദനിപ്പിച്ച ഓരോരുത്തരോടും കരുണ കാണിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി അവരോട് ക്ഷമിക്കുന്നതിനും അവരെ അനുഗ്രഹിക്കുന്നതിനും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ സംരക്ഷിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും സംരക്ഷിച്ച് അതിരാവിലെ ദൈവമഹത്വം ദർശിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, പുതിയ ജീവിതം കണ്ടെത്തുന്നതിനും ദൈവമേ അതിരാവിലെ ഞങ്ങളെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രത്യേകം സംരക്ഷിതരാകുന്നതിനും ദൈവസന്നിധിയിൽ ദൈവത്തോട് ഒന്നിക്കുന്നതിനും അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിച്ച് സമാധാനപരമായി നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.